മലപ്പുറം വേങ്ങരയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയാണ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. 1.5 വർഷം മുൻപായിരുന്നു വീരാൻകുട്ടിയും യുവതിയും തമ്മിലുള്ള വിവാഹം. യുവതിയുടെ കുടുംബം നൽകിയ സ്വർണം തിരികെ നൽകിയില്ല എന്നും പരാതിയുണ്ട്. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയിരുന്നു. തീർത്തോ കാരണം പോയി ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടരാം, തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ, അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ര കാലം ഞാൻ ഉണ്ടാകുന്നു. എനിക്ക് തരാനുള്ള സംഗതി മുഴുവൻ തെന്നതിന് ശേഷമാണെങ്കിൽ ഒപ്പിടാ, എവിടെ വേണമെങ്കിലും ഒപ്പിടാ. അല്ലാതെ എന്റെ ഉടായ്പിന്റെ പരിപാടി ഒന്നും നടക്കൂല മോനെ. എന്ത് തരാനുള്ളത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ളത് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല, എനിക്ക് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. CV അനുമോദ വിവരങ്ങളുമായി. അതിനു മുൻപ് ഒരു ഈ മൊഴി ചൊല്ലിയ യുവതിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. നല്ല ഉപദ്രവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടുകാരായാലും ഒക്കെ ഓലെ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഫുള്ളും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. വീട്ടുകാരെ കൊണ്ട് കഴിയുന്നത് അവർ തന്നു. 20 ഭാഗം കുറവായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്ത ഇപ്പോൾ 20 ഭാഗം കുറവായിരുന്നു. അതിൻ്റെ എല്ലാം നല്ലതുണ്ടായിരുന്നു. ബാപ്പ ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്നോട് ചോദിച്ച് സ്വർണം എത്രയാണ് എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് 30 ഉണ്ടാവും ഇക്കാര്യം കൃത്യമായിട്ട് എനിക്കറിയില്ല. എൻ്റെ ബാപ്പാട് ഇങ്ങനെ ചോദിച്ചാളെന്ന് പറഞ്ഞു. പിന്നെ കോയിൻസ് ഉണ്ടാകുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, കോയിൻസ് ഒന്നും ഇല്ല എന്നും പറഞ്ഞു. ഞാൻ എൻ്റെ പണിയെടുക്കാൻ പോയി. പിന്നെ അവർ സ്വർണ്ണം ഊരിച്ച് വാങ്ങി ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ട് പിന്നെ തന്നിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ മഹർ ഊരി വാങ്ങുന്നത്. പിന്നെ ഒന്നുമില്ല, മഹർ ഊരി വാങ്ങി. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ കുറ്റകരമാക്കിയ ഒരു കാര്യമാണ് മുത്തലാഖ്. ഭരണഘടന കുറ്റകരമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. എന്നിട്ടും അത് നിർബാധം തുടരുന്നതിന്റെ സൂചനകളാണ് നമുക്ക് കേൾക്കുന്നത്. ഈ സംഭവത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് ഇവരുടെ പരാതി? ഇവരിപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? ഈ വീരാൻകുട്ടിയുടെ പ്രതികരണം അല്ലെങ്കിൽ പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ടോ? ശ്രീജ, മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയിട്ടും ഇക്കാര്യങ്ങളൊക്കെ പലയിടത്തും തുടരുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടിക്കെതിരെയാണ് പെൺകുട്ടിയുടെ കുടുംബം ഈ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ ആ ശബ്ദ സന്ദേശത്തിൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത ശബ്ദത്തിൽ കേട്ടതാണ് അയാൾ മുത്തലാഖ് ചൊല്ലുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് ഇപ്രകാരമാണ്. ഇവർ ഏകദേശം ഒരു 45 ദിവസം മാത്രമാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ വിവാഹം. തുടർന്ന് ഈ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുകയായിരുന്നു. അപ്പോഴേക്കും യുവതി ഗർഭിണിയായിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സ് ആവുന്നേ ഉള്ളൂ പെൺകുട്ടിക്ക്, ഈ യുവതി ജന്മം നൽകിയ പെൺകുട്ടിക്ക്. ഇതുവരേക്കും ഭർത്താവിൻ്റെ കുടുംബം അവരെ സ്വീകരിക്കുവാനോ കൊണ്ടുപോകാനോ തയ്യാറായിട്ടില്ല. വിവാഹ സമയത്ത് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ഏകദേശം ഒരു 30 പവനോളം ഉണ്ടാവും എന്നാണ് ഈ കുടുംബം പറയുന്നത്. ആ സ്വർണ്ണാഭരണങ്ങളും തിരിച്ചു നൽകാൻ ഈ വീരാൻകുട്ടിയുടെ കുടുംബം തയ്യാറായിട്ടില്ല. ഒരു തരത്തിലും ഈ യുവതി സ്വീകരിക്കുവാനോ ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുവാനോ ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിലാണിപ്പോൾ ഫോൺ വഴി 3 തവണ മുത്തലാഖ് ചൊല്ലി ഇവർ ബന്ധം വേർപിരിയുന്നതായിട്ടും ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് വേങ്ങര പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല. ഇവർ വനിതാ കമ്മീഷനെയാണ് സമീപിച്ചിരിക്കുന്നത്. വനിതാ കമ്മീഷന് മുമ്പിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഈ കുട്ടിയുടെ പിതാവ് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. തുടർന്ന് വനിതാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ പോലീസിലേക്ക് ഇതെത്തുകയും പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. ഇത് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ളൊരു ഫോൺ വഴിയുള്ള മുത്തലാഖ് പരാതിയായിട്ട് ഉയരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പല സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. അത് ഈ പറയുന്ന നിയമപ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ വനിതാ കമ്മീഷൻ മുമ്പിലാണ് ഈ യുവതിയുടെ കുടുംബം പരാതിയുമായി എത്തിയിട്ടുള്ളത്. ശരി, ഈ പെൺകുട്ടി തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. വളരെ ഖേദകരമായൊരു കാര്യമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിയമപരമായി തെറ്റാണ്. മുത്തലാഖ് ചൊല്ലുന്നതൊക്കെ തെറ്റാണെന്ന് ശിക്ഷാർഹമായ കുറ്റമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളിപ്പോൾ പരാതി കൊടുത്തല്ലോ, എന്താണ് ഇങ്ങനൊരു പ്രകോപനം? ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ ആകെ 11 മാസമല്ലേ ആയുള്ളൂ. തുടക്കം തൊട്ടേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഇയാളുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ? ഹലോ, കേൾക്കാമോ? ഞാൻ ചോദിച്ചത് കേൾക്കാമോ?
ഒന്നുകൂടി ചോദിക്കോ, കേട്ടില്ല. ഞാൻ ചോദിച്ചത്, ഇത് മുത്തലാഖ് ചൊല്ലുക എന്നൊക്കെ പറയുന്നത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ്, ശിക്ഷാർഹമായ കുറ്റമാണ്. ഇത് അറിയുന്നുണ്ടാവില്ല. നിങ്ങളിപ്പോൾ എന്തായാലും പോലീസിൽ പരാതി നൽകിയല്ലോ. ഇത് ഇപ്പൊ ഇത്രയേ ആയുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ട് 11 മാസേ ആയുള്ളൂ. തുടക്കം തൊട്ടേ ഇങ്ങനെ ആയിരുന്നോ ഇവരുടെ ഒരു പെരുമാറ്റമൊക്കെ? ഇയാളുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു സഹകരണമൊക്കെ ഉണ്ടായിരുന്നോ? വീട്ടുകാരെന്ന് പറഞ്ഞാല് നമ്മള് സ്വർണത്തിനെ പറ്റിയിട്ട് അവരെപ്പോഴും നമ്മളോട് ഒരു കർക്കശം പിടിച്ചിട്ട് തന്നെ ആയിരുന്നു. ചിലവർ 50 പവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളോട്. അപ്പൊ നമ്മൾക്ക് 30 പവനെ എന്റെ വീട്ടുകാർക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോ അതിനെ പറ്റി അവരെപ്പോഴും നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറയലുണ്ടായിരുന്നു. ആരൊക്കെയാ അവിടെ ഉള്ളത്? അവരുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മയും ഉപ്പയും പിന്നെ ഒരു പെങ്ങള്, 2 അനിയന്മാരൊക്കെയാണ് ഉള്ളത്. പക്ഷെ പെങ്ങളും അനിയന്മാരൊന്നും കുഴപ്പമില്ല. ഉപ്പയും ഉമ്മയും മൂപ്പരുമാണ് നമ്മളെ ഇട്ട് ഇടങ്ങാറാക്കിയതും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു 10:30 ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത്. ഉപ്പാനോട് ആദ്യം ഉപ്പാനെ കുറെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ കുഞ്ഞിന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ കുറെ വഴക്ക് പറഞ്ഞതിന്റെ ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് 1, 2, 3 ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഈ പ്രശ്നം ഇപ്പൊ ഇങ്ങനെ ഒരു ഫോണിലൂടെ വിളിച്ച് ഇങ്ങനെ ഒരു മുത്തലാഖ് ചെല്ലാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇവിടെ സ്വന്തം വീട്ടിലാണോ നിന്നിരുന്നത്? അവരുടെ വീട്ടിലല്ലേ ഉണ്ടായിരുന്നേ? അല്ലല്ല, ഞാന് പ്രഗ്നന്റ് ആണെന്ന് അറിയാം. ഞാന് കഴിഞ്ഞ 2023 ജൂലൈ 9 എന്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഒരു മാസം 10 ദിവസമാണ് മൂപ്പരെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ഞാന് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽക്ക് ഞാന് പ്രഗ്നന്റ് അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. അവരെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് അവർ കൊടുന്നാക്കിയിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു? അതെ അതെ, സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു നമ്മളോടൊക്കെ പെരുമാറിയത്. പീഡനത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര പീഡനായിരുന്നു. ഉപദ്രവിച്ചിരുന്നു, ശാരീരികമായിട്ടും ഉപദ്രവിച്ചിരുന്നു. അതെ അതെ. എന്ത് പറഞ്ഞിട്ടാ ഈ ഉപദ്രവിക്കുന്ന? ഈ സ്വർണ്ണം ഇല്ല, സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടോ? അതെ, സ്വർണം എന്താ ഉപ്പ പറഞ്ഞതുപോലെ തരാത്ത. 3-ാം ദിവസം തന്നെ മൂപ്പര വാപ്പ എന്നോട് ചോദിച്ചത് എന്താ സ്വർണം എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, 30 പവൻ ഉണ്ടെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ 30 പവൻ ഉണ്ടെന്ന് തോന്നണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്താ കോയിൻസ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, ഇനി നിങ്ങൾ സ്വർണത്തിനെ പറ്റി എന്റെ വാപ്പാനോട് സംസാരിച്ചാളിന്നും പറഞ്ഞു ഞാന്. അത് കഴിഞ്ഞ് ഈ ഒരു മാസം കൊണ്ട് തന്നെ അവിടുത്തെ താമസം പറ്റാത്ത സാഹചര്യമായി അല്ലേ? ഒരു മാസം കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മള് കുറെ പിടിച്ചു നിന്ന് നോക്കി. പിന്നെ അവരെന്നെ ഞാന് വയറ്റിലുണ്ടാവണതിന് വേണ്ടിയിട്ട് നമ്മള് ഡേറ്റ് തെറ്റി നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുപോലെ എനിക്ക് ചെറിയ തലചുറ്റൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പോരിന്റെ അന്ന് അവര് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ വീട്ടുകാരെ അറിയിക്കാതെ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉള്ള ടെസ്റ്റ് മുഴുവൻ ചെയ്ത് അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എന്നിട്ടും അവര് പറയണത് എനിക്ക് അസുഖാണ് എന്നൊക്കെയാണ് പറയണത്. എനിക്ക് അസുഖാണ്, സൗന്ദര്യം ഇല്ല, അങ്ങനത്തെ ഒക്കെ ഇതാണ് അവര് പറയണത്. കുഞ്ഞിനിപ്പോ 11 മാസമല്ലേ? കുഞ്ഞിന് ഈ 17-ാം തീയതിക്ക് 1 വയസ്സാകും. അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ അധികം താമസമില്ലാതെ പ്രഗ്നന്റ് ആയ, പക്ഷെ അതിനിടയിൽ തന്നെ ഇത്തരം ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ, പ്രഗ്നന്റ് ആവണീനാണ് ഞാനൊന്ന് തല ചുറ്റി വീണത്. അതിമേലാണ് അവര് പറയുന്നത് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങൾ അവരുണ്ടാക്കി പറയാണ്. അല്ല, എനിക്ക് ശാരീരികമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കിപ്പൊ ഇല്ല, അന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞ് ജനിച്ച ശേഷം അവരുടെ എന്തെങ്കിലും ഈ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? കുഞ്ഞ് ജനിച്ച ശേഷമാണ് എന്നെ 3 ചൊല്ലാന്ന് പറഞ്ഞിട്ട് എന്റെ വാപ്പാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? എപ്പോഴായിരുന്നു ഈ ഫോൺ ചെയ്തത്? എപ്പോഴായിരുന്നു അത്? നമ്മളെ നോമ്പിന്റെ കുറച്ചു മുന്നേ, എന്തായാലും 2 മാസമായിട്ടുണ്ടാവും. അവരെ വീട്ടിലൊരു മരണം കാര്യമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് അത് അവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നതായിരുന്നു. എന്തായാലും ഇപ്പോ ഇത് ഈ പോലീസിൽ പരാതി നൽകിയ ശേഷം ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടായിട്ടുണ്ടോ? അതോ പോലീസിന്റെ ഒരു നിലപാടൊക്കെ എന്തായിരുന്നു ഇങ്ങനെ ഒരു പരാതി അയച്ചെന്നപ്പോ? അവര് FIR ചാർജ് ചെയ്തേക്കണേ, പിന്നെന്തായും നമുക്കറിയില്ല. അവര് വിളിക്കേണ്ടെന്ന് പറഞ്ഞതാണ് നമ്മളോട്. എന്തായാലും നിയമപരമായിട്ട് പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ? അതെ, നമുക്കും വേണ്ട നീതി കിട്ടുക. ഉറപ്പായിട്ടും വേണം. 2 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് ജൂലൈ വന്നാലേ
കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം എന്തായാലും ആവും. ആഗസ്റ്റ് 15 വന്നാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നിട്ട് 2 വർഷമാവും. അപ്പൊ കുഞ്ഞിനും വേണ്ട ജീവിക്കുക. ഉറപ്പായിട്ടും. അപ്പോൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിൽ ഈ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ മഹലിന്റെ ഭാഗത്തുനിന്നോ ഒക്കെ ഒരു ഇടപെടലൊക്കെ ഉണ്ടാവുമല്ലോ, ആ തരത്തിലൊക്കെ ശ്രമിച്ചിരുന്നോ? അതിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് മുതലത്തെ ഇവര് ഓരോരുത്തരായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവര് ഒന്നിനും, നമ്മളിപ്പോ അസുഖം എന്ന് പറഞ്ഞത് എന്താ അസുഖം എന്ന് തെളിയിച്ചു തരാൻ അവര് റെഡിയല്ല. നമ്മൾ എന്താ അസുഖം തെളിയിച്ചു തരണം, നിന്റെ കുട്ടിക്ക് എന്താ അസുഖമാണെന്നുള്ളത് എന്റെ ബാപ്പ പറഞ്ഞ എന്റെ കുട്ടിക്ക് എന്താ അസുഖാന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു തരി, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാന്ന് പറഞ്ഞിട്ട് അവരതിന് റെഡിയല്ല. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 21 വയസ്സ്. 21 വയസ്സുള്ള ഒരു കുട്ടിയാണ് നിങ്ങൾക്ക്. ഒന്നുമല്ല, ചെറിയൊരു കുട്ടിയാണ്. 21 വയസ്സേ ഉള്ളൂ. അത് 19 വയസ്സ് തൊട്ടപ്പോൾ ഈ ഉപദ്രവങ്ങൾ തുടങ്ങുകയും ചെയ്തു അല്ലേ? 20-ാം വയസ്സിലാ കല്യാണം കഴിഞ്ഞ. അതിന്റെ അടുക്കന്നാണ് കുഞ്ഞുണ്ടായി. ശരി, ഉപ്പയ്ക്കൊന്ന് കൊടുക്കാവോ ഫോൺ? ഓക്കെ. കേൾക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട്. കേൾക്കാവോ? അതായത് ഈ സ്വർണം പോരാ, സൗന്ദര്യം പോരാ, ഈ കുട്ടിയെ ഒഴിവാക്കാൻ തന്നെയാണെന്ന് തുടക്കം തൊട്ട് ഇയാൾ ശ്രമിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പൊ അതോ വേറെ വല്ല പ്രകോപനത്തിന്റെ പുറത്ത് പെട്ടെന്ന് കയറി ഒരു മുത്തലാഖ് പറഞ്ഞ് ഒഴിവാക്കുക, അങ്ങനെ എന്താണ് തോന്നുന്നത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞ അവർക്ക് ഒഴിവാക്കണം, അതായത് സൗന്ദര്യത്തിന്റെ നമുക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അവർ ഒന്നും തുറന്നു പറയുന്നത് വിട്ടു പറയുന്നില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ പല ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ നമ്മൾ തോന്നിയത് അതങ്ങനെയാണ്. ഇയാൾക്ക് എന്താണ് ജോലി? അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണോ? ഈ മുത്തലാഖ് ഒരു നിയമവിരുദ്ധമായ കാര്യമാണെന്നും ശിക്ഷ കിട്ടുന്ന കാര്യമാണെന്നൊന്നും അറിയുന്ന ആളല്ലേ? എന്തോ നമുക്കറിയില്ല. നമുക്ക് ആകെ എത്ര 40 ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ അവരെ. അപ്പൊ നമുക്ക് അവരെ വിദ്യാഭ്യാസം എന്താന്നുള്ളതും കൂടുതൽ നമ്മള് ലോകത്ത് ഇങ്ങനെ സ്കൂൾ പഠിച്ചിരിക്കണം, മദ്രസ പഠിച്ചിരിക്കണം, അങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ടല്ല നമ്മൾ കല്യാണം ആലോചിച്ചിട്ട് അത്ര ചെയ്യുള്ളൂ. അല്ലാതെ എത്ര പോയി അങ്ങനെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു അങ്ങനെ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അല്ലേ? അത്രേ ഉള്ളൂ. നിയമപരമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അവരെ പല കോലത്തിലാക്കണം. അവരൊന്നിനും തയ്യാറാകുന്നില്ല, ഒന്നിനും അടുക്കുന്നില്ല. നമ്മൾ ഒരു സംഗതി ചെയ്യുമ്പോ ഒരു എന്തിനും പിന്നിപ്പം സുഖമില്ലെങ്കിൽ, അതായത് എന്റെ മകൾക്ക് അങ്ങനെ അസുഖമാണെന്ന് പോലും പറയുമ്പോ ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല്? നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റുക, അങ്ങനെയുള്ളത്. ഇവര് നമ്മൾ പറയുന്നത് എന്താണ്? മാരകമായ അസുഖമാണ്. ഈ മാരകമായ അസുഖം ആയ പെണ്ണിപ്പോ പ്രസവിച്ചു, നോർമലി പ്രസവമാണ്, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതുവരെ അവർക്ക് ഒരു കുഴപ്പമില്ല, ജീവനോളം നടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ? നമ്മളിങ്ങനെ മാനപ്പെടുത്തിയാണ്ട് അത് ഇതല്ലേ? നിങ്ങളുടെ നിയമപരമായ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും പറയുകയാണ്. കാരണം ഈ നാട്ടിൽ മുത്തലാഖ് നിയമപരമായി നിരോധിച്ച ഒരു കാര്യമാണ്, ശിക്ഷാർഹമായ ഒരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമത്തിന്റെ വഴിയിലൂടെ നിങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 21 വയസ്സാണ് ആ പെൺകുട്ടിക്ക്. 20-ാം വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. അതിനിടെ ഇപ്പോൾ 11 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഫോണിലൂടെ വിളിച്ച് മുത്തലാഖ് ചൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും.